ഡോക്ടർ ശ്യാം സുന്ദർ, ആസ്റ്റർ മെഡ്സിറ്റി ന്യൂറോ സർജറി മേധാവി. അങ്ങയുടെ കീഴിൽ ഒരു വലിയൊരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങയുടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏരിയ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ മനുഷ്യ മനസ്സിലൊക്കെ ട്യൂമർ എന്ന് പറയുമ്പം തലയോട്ടി മൊത്തം തുറന്ന് സർജറി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ധാരണയുള്ളത്. പക്ഷെ താങ്കളതൊരു പ്രത്യേകമായ രീതിയിൽ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ് അത്തരം ഒരു എൻഡോസ്കോപ്പിലൂടെ മൂക്കിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ഒരു മുറിവുകളും ഇല്ലാണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്നതും ട്യൂമർ വളരെ ലാഘവത്തോടു കൂടി ചെറിയ രീതിയിൽ തന്നെ അത് പുറത്തിറക്കാൻ പറ്റുന്നതും ഞാൻ പല രോഗികളെയും കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 2 ദിവസം കൊണ്ട് ആശുപത്രി തന്നെ അവർ വിട്ടുപോകുന്ന രീതിയിൽ അവർ സർജറി കഴിഞ്ഞു, എന്നാൽ ട്യൂമർ സർജറി ചെയ്തു എന്നുള്ളൊരു തോന്നൽ അവർക്ക് തന്നെ ഇല്ലാത്ത രീതിയിൽ വളരെ ചെറിയൊരു മൈനർ സർജറി ചെയ്യുന്ന പോലെ തന്നെ പോകുന്നൊരു വ്യത്യസ്തത താങ്കളിൽ നിന്ന് കാണാറുണ്ട്. അപ്പോൾ അത് സാധാരണ ഒരു ആൾക്ക് എന്താണെന്ന് ഇത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഇങ്ങനത്തെ ഒരു വേദി തന്നെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വിധേനയുള്ള ട്യൂമറുകൾക്കാണ് ഈ എൻഡോസ്കോപ്പി സർജറി ചെയ്യാൻ പറ്റുക? എൻഡോസ്കോപ്പിക് സർജറി 2 രീതിയിലാണ്. ഒന്ന്, നമുക്ക് എൻഡോസ്കോപ്പിക് ക്രീനിയൽ സർജറി, അത് ബ്രെയിൻ്റെ മുകളിൽ കൂടെ ബ്രെയിൻ്റെ അറകളിൽ ഉള്ള ട്യൂമറുകൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ പ്രിഡോമിനൻ്റ്ലി നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്ന സർജറീസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ അടിഭാഗത്തെ എല്ല്, അതായത് സ്കൾ ബേസിലുള്ള മുഴകൾക്ക് വേണ്ടിയിട്ടുള്ള സർജറീസാണ്. അതാണ് നമ്മൾ മൂക്കിൽ കൂടെയുള്ള സർജറി ചെയ്യുന്നത്. ഈ മൂക്കിൻ്റെ ക്യാവിറ്റി എന്ന് പറയുന്നത് നേസൽ ക്യാവിറ്റിയുടെ അപ്പർ എൻഡ്, അതായത് മുകളിലത്തെ റൂഫാണ് ബ്രെയിനിൻ്റെ താഴത്തെ ഭാഗം. ആ എല്ലാണ് അത് സെപ്പറേറ്റ് ചെയ്യുന്നത്. മൂക്കിൻ്റെ ക്യാവിറ്റിയും ബ്രെയിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന എല്ലാണ് സ്കൾ ബേസ്. അപ്പോൾ അവിടെ വരുന്ന മുഴകളാണ് കൂടുതലും നമ്മൾ ഈ ടൈപ്പ് സർജറീസ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കകത്തുനിന്ന് വരുന്ന മുഴകളാണ്. വേറെയും കുറേ മുഴകളുണ്ട്, പക്ഷേ പ്രിഡോമിനൻ്റ്ലി വരുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കകത്തുനിന്ന് വരുന്ന മുഴകളാണ്. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതലും ഈ എൻഡോസ്കോപ്പി വഴി എടുക്കാൻ പറ്റുന്ന മുഴകൾ എന്ന് പറയുന്നത്. വേറെയും കുറേ മുഴകളുണ്ട്. ബ്രെയിൻ്റെ കവറിംഗ് എന്ന് വരുന്നത് മെനിഞ്ചോമ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ചില മുഴകളുണ്ട്. അപ്പോൾ അതും ഇതുവഴി നമുക്ക് എടുക്കാൻ പറ്റാറുണ്ട്. വേറെയും ഈ കോർഡോമ, ഈ എല്ലിൻ്റെ അകത്തുനിന്ന് വരുന്ന മുഴകളുണ്ട്, കോർഡോമ, കോൺട്രോസാർക്കോമ, അങ്ങനത്തെ കുറച്ച് മുഴകളുണ്ട്. അതും ഇതുവഴി നമുക്ക് എടുക്കാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാൽ ഒരു 100 കേസുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 80-85 കേസെങ്കിലും പിറ്റ്യൂട്ടറി മുഴകളിൽ നിന്ന് വരുന്ന മുഴ. ഡോക്ടർ, ഈ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇത്തരം മുഴകളെല്ലാം ക്യാൻസർ മുഴകളാണോ അതോ അതൊരു ബിനൈൻ മുഴയാണോ? ഇപ്പോൾ ഈ സ്കൾ ബേസിൽ വരുന്ന മുഴകളിൽ തന്നെ നല്ലൊരു ശതമാനം കേസുകളും ക്യാൻസർ അല്ലാത്ത ടൈപ്പ് മുഴകളാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കകത്ത് ക്യാൻസർ വരുന്നത് വളരെ വളരെ അപൂർവമാണ്. ഇൻഫാക്ട് പിറ്റ്യൂട്ടറി കാർസിനോമ എന്ന് പറയുന്ന കണ്ടീഷൻ ഞാനിപ്പോൾ ഏതാണ്ട് 2000-ഓളം കേസുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരു ക്യാൻസർ ടൈപ്പ് കണ്ടിട്ടില്ല. അവിടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കകത്ത് കണ്ടിട്ടില്ല. ഡിസ്ക്രൈബ്ഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കകത്ത് ക്യാൻസർ വരുന്ന വെച്ച് വേറെ സൈഡിലോട്ട് സ്പ്രെഡൊക്കെ ചെയ്യണം, എന്നാലേ ക്യാൻസർ എന്ന് വിളിക്കുള്ളൂ അതിന്. അങ്ങനത്തെ ഒരു കേസ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അത്ര റെയറാണത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു 2000-ഓളം ഇത്തരത്തിലുള്ള എൻഡോസ്കോപ്പിക് സർജറീസ് ഡോക്ടർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതെ. ഈ 2000 എൻഡോസ്കോപ്പിക് സർജറി ഡോക്ടർ ചെയ്യുമ്പോൾ തന്നെ ഇതിനൊരു ഈസിനെസ് ഡോക്ടർക്ക് അറിയാലോ, ഇത് മറ്റു സർജറിയേക്കാളും കുറച്ചും കൂടി വേഗത്തിൽ. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ രീതി വരുന്നതിന് മുന്നേ എങ്ങനെയാണ് ഈ സർജറി നടന്നുകൊണ്ടിരുന്നത്? ഒരു ബേസിക് കൺസെപ്റ്റിൻ്റെ വ്യത്യാസം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ പറഞ്ഞല്ലോ, ഈ എല്ലിൻ്റെ അകത്തുള്ള മുഴകൾ അല്ലെ എല്ലിൻ്റെ തൊട്ടടുത്തുള്ള മുഴകൾ നമ്മൾ എൻഡോസ്കോപ്പി വെച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം കാണുന്നത് മുഴയെടുത്ത് കഴിഞ്ഞതിന് ശേഷമേ ബ്രെയിൻ കാണുന്നുള്ളൂ. എന്നാൽ പഴയ ടൈപ്പ് സർജറി, ഓപ്പൺ സർജറീസിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത് ബ്രെയിൻ പൊക്കി, എന്നാൽ ബ്രെയിൻ കഴിഞ്ഞിട്ട് നമ്മൾ ട്യൂമർ കാണുന്നുള്ളൂ. അപ്പോൾ ബ്രെയിനിൻ്റെ ഹാൻഡിലിങ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള റിസ്ക്കുകളും അങ്ങനത്തെ സിറ്റുവേഷൻസിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിനകത്തായിട്ട് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ട്യൂമറൊക്കെ എടുത്ത് കഴിഞ്ഞാലേ നമ്മൾ ബ്രെയിൻ കാണുന്നതന്നെ ഉള്ളൂ. ബ്രെയിനോട്ട് ഡാമേജ് വരാനുള്ള, ബ്ലീഡിങ്, അതിൻ്റെ അകത്തോട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള, അപസ്മാരം വരാനുള്ളൊക്കെ സാധ്യത വളരെ കുറവാണ്. അതേസമയം ഓപ്പൺ സർജറീസിന് അതവിടെയാണ് ബുദ്ധിമുട്ട്. നമ്മൾ ബ്രെയിൻ ഇത്ര ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ബ്രെയിന് ഡാമേജും അതിൻ്റേതായ പ്രശ്നങ്ങളും, ഫിറ്റ്സും, ബ്രെയിൻ്റെ അകത്ത് ബ്ലീഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ കോംപ്ലിക്കേഷനും രോഗിയുടെ ആശുപത്രിവാസം കൂടാനും സാധ്യത. അതെല്ലാം അവിടെയാണ്. അപ്പോൾ പേഷ്യൻ്റ് കഴിയുന്നത്രയും പെട്ടെന്ന് നമ്മൾ നോർമൽ ഇതിലോട്ട് എത്തിക്കുക, പെട്ടെന്ന് നോർമൽ റുട്ടീൻ ലൈഫിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് കീഹോൾ സർജറീസിൻ്റെ എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ എല്ലാ ന്യൂറോ സർജൻസും ഇത് ചെയ്യുന്നതായിരിക്കില്ല. ഇതിന് എക്സ്പീരിയൻസുള്ള ആൾക്കാർ മാത്രം, ചുരുങ്ങിയ ആൾക്കാരെ ചെയ്യാറുള്ളൂ അല്ലേ? കുറച്ച് ട്രെയിനിങ് ആവശ്യമുള്ളൊരു സംഭവമാണ്. കുറച്ചൊരു ഹാൻഡ് കോർഡിനേഷനൊക്കെ ആവശ്യമുള്ളൊരു ടൈപ്പ് സർജറിയാണ്. ബേസിക്കലി ഓപ്പൺ സർജറിക്ക് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്ത് ആൾക്കാർക്ക് ഇതിൻ്റെ അകത്തോട്ട് എൻഡോസ്കോപ്പിലോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ചൊരു ഡിഫിക്കൽറ്റി വരാറുണ്ട്. അപ്പോൾ ഒരു ലേണിംഗ് കർവ് ഉണ്ട്, അതിന് കുറച്ചൊന്ന് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലരും അതിൻ്റെ അകത്ത് ചെയ്യാൻ മടിക്കുന്നത്. ഡോക്ടർ, എപ്പോഴും ഈ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ സർജറി എൻഡോസ്കോപ്പി ചെയ്യുമ്പം ജനങ്ങൾക്ക് ഒരു സംശയമുള്ളത്,
ഇത് ന്യൂറോ സർജറി ENT ഒരുമിച്ച് ചെയ്യുന്നതാണോ, ENT റോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത്? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ENTക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള റോൾ, ഇൻ ദ സെൻസ് എന്തൊക്കെ പറഞ്ഞാലും മൂക്കിൻ്റെ ആൾക്കാർ ENTക്കാരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അനാട്ടമിയും അതിൻ്റെ ഡയറക്ഷനും കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം. അത് മാത്രമല്ല, സർജറി കഴിഞ്ഞാലും അതിൻ്റെ കെയർ, മൂക്കിൻ്റെ അകത്തുള്ള നമ്മൾ മൂക്ക് ട്രാൻസ്ഗ്രസ് ചെയ്താൽ പോകുന്നത്, മ്യൂക്കോസൊക്കെ ഓപ്പൺ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ, അതെങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ വാഷ് ചെയ്യണം, എങ്ങനെ അത് ഇടയ്ക്ക് ക്ലീനിങ്ങും കാര്യങ്ങൾ, അത് അവരാണ് അതിൻ്റെ ബെസ്റ്റ്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും അത് ടീമായിട്ട് ഞങ്ങൾ 2010 മുതൽ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞങ്ങൾ അപ്പോൾ സർജറിയുടെ സമയത്തും അവരുണ്ടാവും. അവരാണ് അപ്പോൾ അവരുടെ ഫേസിൽ ഇനീഷ്യൽ ഫേസ്, നോസിൻ്റെ അകത്തുള്ള ഫേസ് അവരാണ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ ട്യൂമർ എത്തുമ്പോഴത്തേക്ക് ഞാനും കൂടെ കയറി കഴിഞ്ഞാൽ സ്കോപ്പ് അവരാണ് പിടിച്ചത്. അപ്പോൾ ഞാൻ പോകുന്നതനുസരിച്ച് അവർക്ക് അതിനനുസരിച്ച് എൻഡോസ്കോപ്പ് ഡയറക്റ്റ് ചെയ്യാനോ, അപ്പോൾ ഒരുമിച്ച് വർക്ക് ഇത്രയും കാലം ഒരുമിച്ച് വർക്ക് ചെയ്തത് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോകണമെന്ന് അവർക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ടീം വർക്ക് ഇല്ലാണ്ട് ഇതിനകത്ത് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ ആക്ച്വലി ഡിഫിക്കൽട്ടാണ്. ENTക്കാരും കൂടെ ഉള്ളതിൻ്റെ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് അതാണ്. ടീം വർക്കിൻ്റെ ഗുണം അവിടെയാണ്. അതെ. അപ്പം ആ ഒരു ടീം വർക്കും പിന്നെ ഈ ഡോക്ടർ പറഞ്ഞ 2010 മുതൽ 2024 ഒരു 14 വർഷം ഒരുമിച്ച് ഒരു ടീം ഇത് ചെയ്യുമ്പം എന്താണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നതും എന്താണ് അവർ ചെയ്യാനുള്ള കാര്യങ്ങളും കൃത്യമായി അവർക്ക് അറിയാം. ആ ഒരു കോർഡിനേഷൻ എനിക്ക് ആസ്ട്രോ മെഡ്സിറ്റിയിൽ നമുക്കത് നന്നായി ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാരിലേക്ക് നമ്മൾ സർജറി ചെയ്യുന്ന സമയത്തും അവരുടെ ആ ഒരു തിരിച്ച് വരുന്നൊരു അനുഭവം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഞാനടക്കം കണ്ടിട്ടുണ്ട്.